കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും പേർക്ക് ദൈവവചനത്തെ ധ്യാനിക്കുവാനായിട്ട് ഇത് കടന്നു വരുവാൻ കർത്താവ് ചെയ്ത കരുണയ്ക്കായിട്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രായോഗികമായിട്ട് എങ്ങനെ ദൈവഭക്തി ആചരിക്കാം എന്നുള്ളതിൻ്റെ സ്റ്റെപ്പുകളിലേക്ക് കടക്കുകയുണ്ടായി. ആദ്യമായിട്ട് നമ്മൾ കണ്ടത് നമ്മളും കർത്താവും തമ്മിലുള്ള ബന്ധം ശരിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനോടുള്ള ബന്ധത്തിൽ 4 കാര്യങ്ങളാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പിതാവിനോട് ഉള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചു പോകുന്നത്, അല്ലെങ്കിൽ താൻ ആചരിച്ചു പോകുന്നത്. അത് നമ്മൾ ഓർക്കുകയുണ്ടായി. ഒന്നാമത് ദൈവവചനത്തോടുള്ള ബന്ധത്തിലുള്ള സമീപനം. കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കുകയുണ്ടായി. ഈ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും വളരെ കൃത്യനിഷ്ഠയുള്ളവരായിരിക്കണം. എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ വചനം പഠിക്കുവാൻ നമ്മളൊരു കൃത്യമായ സമയം വിനിയോഗിക്കണം എന്നുള്ളത് കാണുകയുണ്ടായി. അങ്ങനെ നമ്മൾ ദൈവവചനം സ്ഥിരമായിട്ട് ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മളോട് സ്ഥിരമായി സംസാരിച്ചു കൊണ്ടിരിക്കും. നമുക്കൊരു പുതുമയുള്ളൊരു വിഷയമായിട്ടല്ല പിന്നെ വചനം ഇരിക്കുക. പലരും വചനം വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകാറില്ല, അല്ലെങ്കിൽ അത് വേണ്ട പോലെ കിട്ടാറില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പോരായ്കയാണ്. നമ്മളങ്ങനെ ദൈവസന്നിധിയിൽ നിരന്തരമായി ഇരിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുകയും നമുക്കാവശ്യമായ ആലോചനകളെ അനുദിനം നൽകി തരികയും ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടത്, വിശ്വാസം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന വേദഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്ന് നമുക്ക് വിശ്വാസമായി പരിണമിക്കേണ്ടുന്ന കാര്യങ്ങൾ മുറുകെ പിടിക്കുവാനും നമുക്ക് ഇടയായിട്ട് തീരണം. അതാണ് ദൈവവചന പഠനത്തിലൂടെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസമായിട്ട് പരിണമിക്കുന്നില്ല എങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ആ വചനം കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. നമ്മളുടെ ജീവിതത്തിൽ അത് ആദ്യമേ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കിടയായിട്ട് തീരണം. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും ആ എക്സ്പീരിയൻസ് നാം പങ്കുവയ്ക്കുമ്പോൾ അത് അവർക്കും ആത്മീയ വർധനയ്ക്ക് കാരണമായിട്ട് തീരും എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം നമ്മൾക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് പ്രത്യാശ എന്ന വിഷയമാണ്. നമ്മൾ വചനത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും വിശ്വാസത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ മാതൃകാ പുരുഷൻ. അവൻ ഒരു മനുഷ്യനായി തീർന്നപ്പോൾ സകലത്തിലും നമ്മെപ്പോലെ ആയിത്തീരേണ്ടത് ആവശ്യമായിരുന്നു, സകലത്തിൽ. അതുകൊണ്ട് അവൻ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ആ ഡെഡിക്കേഷൻ പുലർത്തി പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയം തോന്നുന്നതും അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ ഒരു കാര്യം, താൻ ദൈവപുത്രനാണ്, അതുകൊണ്ട് തനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു മനോഭാവം നമുക്കുണ്ട്. അത് സത്യമാണ്, താൻ ദൈവപുത്രനാണ്, തനിക്ക് സകലവും അറിയാം. പക്ഷെ എന്നാൽ ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ കർത്താവ് ദൈവപുത്രനാണെന്ന് തെളിയിക്കുവാനല്ല സമയം മെനക്കെട്ടത്. പിന്നെയോ താൻ ഒരു മനുഷ്യനാണെന്ന് തെളിയിക്കുവാനായിരുന്നു. താൻ ഒരു ഉത്തമ മനുഷ്യനായിട്ട് മനുഷ്യരുടെ മുമ്പാകെ തന്നെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു താൻ അഹോരാത്രം അധ്വാനിച്ചിരുന്നത്. കാരണം താൻ ദൈവപുത്രനാണ്, തനിക്ക് അതിലൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം ഇല്ല. എന്നാൽ അവൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു മേഖലയാണ് ഒരു മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് താൻ അധ്വാനിച്ചിട്ടുള്ളത് മുഴുവനും. അതുകൊണ്ട് തന്നെ ഒരു ഉത്തമ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വചനം താൻ പഠിക്കുകയായിരുന്നു. വചനമായവൻ വചനം പഠിക്കുകയായിരുന്നു. അത് നമ്മളുടെ ബുദ്ധിക്ക് അല്പം പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷെ അങ്ങനെ ആയിരുന്നു താൻ. ഒന്നും അറിയാത്ത ഒരു പൈതലിനെ പോലെ ചെറുപ്രായം തൊട്ട് അവൻ വചനം അഭ്യസിച്ച് വരികയായിരുന്നു. മാത്രമല്ല, അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളും താൻ വിശ്വസിച്ച് അത് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുകയായിരുന്നു. മൂന്നാമത്തെ കാര്യം പ്രത്യാശ എന്ന വിഷയമാണ്. ഈ വിശ്വാസവും പ്രത്യാശയും തമ്മിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വിശ്വാസം വർദ്ധിക്കും തോറും പ്രത്യാശയ്ക്കും വർധന ഉണ്ടാകും. വിശ്വാസം ക്ഷീണിക്കും തോറും പ്രത്യാശയ്ക്കും ക്ഷീണം സംഭവിക്കും. ഈ വിശ്വാസവും പ്രത്യാശയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾക്കൊന്ന് പെട്ടെന്നൊരു ഉദാഹരണത്തിലൂടെ ഞാൻ മനസ്സിലാക്കി തരാം. നമുക്ക് ഒരുപക്ഷെ അറിയുന്ന വിഷയമായിരിക്കും, എങ്കിലും ഞാനത് ഒന്ന് പങ്കുവയ്ക്കട്ടെ. ഉദാഹരണം പറഞ്ഞാൽ, പ്രിയ ഇമ്മാനുവൽ ബ്രദർ പറയുകയാണ്, ഷോണി ഞാൻ അടുത്ത തിങ്കളാഴ്ച നിൻ്റെ വീട്ടിലേക്ക് വരും എന്ന് എന്നോട് പറയുകയാണ്. അപ്പോൾ ഞാൻ അത് വിശ്വസിക്കുകയാണ്.
ഞാനപ്പോൾ വിശ്വസിക്കുന്നതിനുള്ള കാരണം താൻ വാക്ക് പാലിക്കുന്നവനാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് വരാത്ത ഒരാളാണെങ്കിൽ എൻ്റെ വിശ്വാസം താരതമ്യേന ദുർബലം ആയിരിക്കും. എന്നാൽ താൻ വളരെ കൃത്യനിഷ്ഠയോടുകൂടെ പാലിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നെനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഉറപ്പാണ്, പറഞ്ഞ ആളുടെ വാക്ക് പാലിക്കപ്പെടുമെന്നുള്ള ഉറപ്പ്. എന്നാൽ തിങ്കളാഴ്ച എത്തുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വാതിലിലൂടെ ഒന്ന് എത്തി നോക്കും, ബ്രദർ എത്തിയോ? ആ എക്സ്പെക്റ്റേഷനാണ് പ്രത്യാശ. മനസ്സിലായോ? ദൈവം പറഞ്ഞ കാര്യം നടക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസമെങ്കിൽ അത് എപ്പോൾ നടക്കുമെന്ന് നോക്കിയിരിക്കുന്നതാണ് പ്രത്യാശ. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അത് നമുക്ക് വിശ്വാസമാണ്. 100% നമുക്ക് ഉറപ്പുണ്ട് കർത്താവ് മടങ്ങി വരും. പക്ഷേ എപ്പോൾ വരും? അതാണ് പ്രത്യാശ. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ഓരോ ലോക സംഭവങ്ങളും കേൾക്കുമ്പോൾ ഉടൻ നമ്മളുടെ ചിന്ത ഒന്ന് എഴുന്നേൽക്കും, ഓ കർത്താവ് വരാറായി. അതാണ് പ്രത്യാശ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പറയുമ്പോൾ തന്നെ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നും പറയുന്നത്. ഇനി എനിക്ക് വിശ്വാസമില്ലെങ്കിലോ പ്രത്യാശയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ല. എൻ്റെ വിശ്വാസം ബലപ്പെടും തോറും എൻ്റെ പ്രത്യാശയും ബലപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ പ്രത്യാശ ക്ഷീണിക്കുമ്പോൾ എൻ്റെ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ പ്രത്യാശയും ക്ഷീണിച്ച് കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ആദ്യം ശക്തിപ്പെടുത്തേണ്ടത് വിശ്വാസമാണ്. എന്നാൽ വിശ്വാസം ശക്തിപ്പെടുമ്പോൾ നമ്മുടെ പ്രത്യാശയും ശക്തിപ്പെട്ടുകൊണ്ടേ ഇരിക്കും. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നത് എപ്പോഴാണെന്ന് കാതോർത്ത് കാത്തിരിക്കുന്നത് എൻ്റെ വിശ്വാസം ബലപ്പെട്ടിരിക്കുമ്പോഴാണ്. അപ്പോഴാണ് എൻ്റെ പ്രത്യാശയും ശക്തമായിട്ടിരിക്കുക. ഇത് രണ്ടും ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമാണ്. ഇത് രണ്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷെ ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ദൈവവചനത്തിന്മേൽ ആണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു ഘടന മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ആദ്യം വചനം പഠിക്കണം, അതിന്മേൽ നാം വിശ്വാസത്തെ പണിയണം. ആ വിശ്വാസം നമ്മുടെ പ്രത്യാശയെ വളർത്തണം. പ്രത്യാശ വളരുമ്പോഴാണ് നമുക്ക് അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തി ഉണ്ടാവുക. ഒരു ഉദാഹരണം പറഞ്ഞ് ഗൾഫിൽ ജോലി ചെയ്തവർക്ക് അറിയാം, അവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഗൾഫിൽ പോകാത്തവരൊക്കെ വിചാരിക്കുന്നത് അവിടെ ഇങ്ങനെ സുഖമായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കാന്നാ. മൊത്തം തെറ്റാണത്. അവിടെ ഒരു പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ നല്ല അധ്വാനം ഉണ്ട്. അപ്പോൾ ഈ അധ്വാനമൊക്കെ കഴിഞ്ഞ് ആൾക്കാരവിടെ ഈ കഷ്ടമൊക്കെ സഹിച്ച് ഈ 46 ഡിഗ്രിയും 60 ഡിഗ്രിയും, കുവൈറ്റിലൊക്കെ ആണെങ്കിൽ 60ൻ്റെ അടുത്ത് എത്തും ടെമ്പറേച്ചറൊക്കെ, പൊള്ളും ശരിക്കും. അത്രയും പൊള്ളലൊക്കെ സഹിച്ച് എന്താ ഈ അധ്വാനിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മുമ്പിൽ ഒരു പ്രത്യാശ ഉള്ളതുകൊണ്ടാണ്. എന്താ പ്രത്യാശ? നാട്ടിൽ പോയി വലിയ കുഴപ്പമില്ലാത്തൊരു ജീവിതം എനിക്ക് നയിക്കാം. അതുകൊണ്ട് തന്നെ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് മനുഷ്യർ ദൂർത്തടിക്കില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ശരിയായ ബുദ്ധിമുട്ട് അവർക്ക് അറിയാം. അതുകൊണ്ട് ഓരോ അവിടുത്തെ കറൻസിയും നമ്മൾ വളരെ വിലയിരുത്തിയിട്ടേ ചിലവ് ചെയ്യുള്ളൂ. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ എനിക്കൊരു പ്രത്യാശയുണ്ട്, ഞാൻ മടങ്ങി പോയി എനിക്ക് ഒരു വീടൊക്കെ പണിത് എൻ്റെ കുടുംബമായിട്ടൊന്ന് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണം. ഇതിനു വേണ്ടിയാണ് ഈ കഷ്ടം സഹിക്കുന്നത്. പ്രത്യാശയുള്ളത് കൊണ്ടാണ് ഈ കഷ്ടം സഹിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? തിരിച്ചു പോകാൻ പറ്റില്ല, തിരിച്ചു പോയാൽ ഒരു കാര്യമില്ല എങ്കിൽ ആ ജോലി നമുക്ക് വലിയ ഭാരമായിരിക്കും. എന്നാൽ ഒരു പ്രത്യാശ മുന്നിലുള്ളത് കൊണ്ട് ഈ വെയിലും ചൂടും ഈ അറബിയുടെ ആട്ടും തുപ്പും ഒക്കെ സഹിച്ച് ജീവിച്ചു പോകുക. പ്രത്യാശയാലെയാണ് നാം ജീവിക്കേണ്ടത്. പക്ഷേ തിരിച്ചു പോകാൻ കഴിയില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ നിനക്ക് പിന്നെ ഒരു പ്രത്യാശയ്ക്കും വക ഇല്ല. ഇത് തന്നെയാണ് ക്രിസ്തീയ ജീവിതവും. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. പക്ഷെ ആ പ്രത്യാശ എൻ്റെ വിശ്വാസത്തിന്മേൽ അധിഷ്ഠിതമാണ്. ആ വിശ്വാസം ദൈവവചനത്തിന്മേൽ അധിഷ്ഠിതമാണ്. എൻ്റെ കർത്താവ് മടങ്ങി വരും, ഞാൻ അവനോട് സദൃശനായി തീരും, ഞാൻ അവനോട് കൂടെ വാഴും,
എത്ര കാലം? നിത്യകാലം. അതാണ് നമ്മെ ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകാൻ സഹായിക്കുന്നത്. അപ്പോൾ പ്രത്യാശയില്ലാതെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമല്ല. അപ്പോൾ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാം. 1 പത്രോസ് 3:1-3 വരെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിലുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷേമം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അവിടെ എഴുതിയിരിക്കുന്നത് 2 പദങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് ധ്യാനിക്കേണ്ടത്. ഒന്ന്, അവൻ നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ജീവനുള്ള പ്രത്യാശ. അപ്പോൾ ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവനുള്ള എന്ത് സാധനവും എന്ത് കാര്യവും വളർന്നുകൊണ്ടിരിക്കും. ജീവനുള്ള എല്ലാ കാര്യങ്ങളും വളർന്നുകൊണ്ടിരിക്കും. വളരാത്ത ഒരു കാര്യത്തെ ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ നമുക്ക് തോന്നും കൊച്ചു പിള്ളേരായിരിക്കും, കൊച്ചു പിള്ളേർ വളർന്നുകൊണ്ടിരിക്കും. പ്രായമായി കഴിഞ്ഞാലോ നമ്മൾ വളരുന്ന മേഖല വേറെയായിരിക്കും. നമ്മുടെ പരിജ്ഞാനം വളർന്നുകൊണ്ടിരിക്കും, നമ്മളുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ മറ്റ് ഏരിയകളിലാണ് വളർന്നുകൊണ്ടിരിക്കും. അതാ ജീവനുള്ളതിൻ്റെ പ്രത്യേകത. ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ഇന്നലത്തെ പോലെ ആയിരിക്കരുത് ഇന്ന് എൻ്റെ പ്രത്യാശ. ഓരോ ദിവസം ഞാൻ കടക്കും തോറും എൻ്റെ കർത്താവിൽ ഉള്ള എൻ്റെ പ്രത്യാശ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. അതെങ്ങനെയാണ് വർദ്ധിക്കുക? പ്രത്യാശ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എൻ്റെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ. വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദൈവവചനം പഠിക്കുമ്പോൾ. എന്തുകൊണ്ടാണ് ചില വിശ്വാസികൾക്ക് വേണ്ട പോലെ പ്രത്യാശ വളരാത്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം അവരുടെ വിശ്വാസം വളരുന്നില്ല. അവരുടെ ദൈവവചന പഠനം ഇഫക്റ്റീവല്ല. ഞാൻ ഒരു കാര്യം പറയാം പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, വചനം പഠിക്കാതെ, വചനത്തെ വിശ്വസിക്കാതെ ഒരു നല്ല ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് സാധ്യമല്ല. എൻജോയ് ചെയ്യാൻ പറ്റില്ല ക്രിസ്തീയത്വം. നമ്മൾ പഠിച്ച് വളരും തോറുമാണ് കൂടുതൽ പ്രകാശം ലഭിച്ചിട്ട് നമ്മൾക്ക് തന്നെ നമ്മുടെ അകത്തെ മനുഷ്യനോടൊപ്പം ആനന്ദിക്കുവാൻ ഇടയായിട്ട് തീരുകയുള്ളൂ. പ്രത്യാശ നമ്മൾ വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. 2ാമത്തെ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത്, ഒരു അവകാശത്തിനായി തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്ത് തരം അവകാശമാണ്? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശത്തിനായി. അപ്പോൾ നമ്മുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശ ഒരു വാഗ്ദത്തത്തിന്മേൽ അധിഷ്ഠിതം ആണ്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം എന്ന് പറയുന്നത് ദൈവ വാഗ്ദാനങ്ങളിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. എനിക്കൊരു അവകാശമുണ്ട്. എന്ത് തരം അവകാശമാണ്? ക്ഷയമില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവ് വരുന്നില്ല, വാട്ടമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി കുറയുന്നില്ല, മാലിന്യമില്ല എന്ന് പറഞ്ഞാൽ പ്യുവറാണ്. അങ്ങനെ ഒരു അവകാശം എനിക്ക് സ്വർഗത്തിൽ ദൈവം വച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ വാഗ്ദാനം. അതിനു വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എൻ്റെ പ്രത്യാശ. അത് ഞാൻ പ്രാപിക്കും എന്നുള്ളത്. ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മൾ ദൂതസംഘമാകവേ എന്നും ആ പാട്ടുണ്ടല്ലോ, ലോകേ ഞാൻ നോട്ടം തികച്ച്, അല്ലേ? ആ പാട്ടിൽ എന്താണ് ആ പാട്ടിൻ്റെ ഇതിവൃത്തം എന്ന് ചോദിച്ചാൽ പ്രത്യാശയാണ് ആ പാട്ടിൻ്റെ ഇതിവൃത്തം. ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ ദൂതന്മാരുടെ മധ്യേ അവൻ എന്നെ മാനിക്കുന്ന ഒരു നാൾ വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ ആ പാട്ടിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രത്യാശയാൽ നയിക്കേണ്ടതാണ്. ഈ പ്രത്യാശ ഏറ്റവും ശക്തമായി നിലനിന്നിരുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലാണ്. കർത്താവിന് പ്രത്യാശയുടെ ആവശ്യമുണ്ടോ? ഉണ്ട്. കർത്താവ് മനുഷ്യനായിരുന്നു. കർത്താവിൽ വിശ്വാസമുണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രത്യാശയും ഉണ്ടായിരുന്നു. നമ്മളുടെ പ്രത്യാശയും കർത്താവിൻ്റെ പ്രത്യാശയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും. കർത്താവിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു കർഷകൻ ഒരു തേങ്ങ കൊണ്ട് നട്ട് അത് വളർന്നൊരു തെങ്ങുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. മനസ്സിലായല്ലോ? ഒരു തേങ്ങ നടുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ? ഇത്
മുകുളമൊക്കെ വെച്ച് അത് വളർന്ന് ചില വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് അതിന് തേങ്ങ കിട്ടും. അതാണ് അവൻ്റെ പ്രത്യാശ. കർത്താവ് തേങ്ങ കിട്ടുമെന്നല്ല പ്രതീക്ഷിച്ചത്, തെങ്ങ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പ്രതീക്ഷിച്ചത്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? നമ്മൾ തേങ്ങ നട്ട് തേങ്ങ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ തെങ്ങ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കർത്താവ് പ്രതീക്ഷിച്ചത്. അഥവാ നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ അനുഭവത്തിലൂടെ കടന്നുപോയി എൻ്റെ കർത്താവിനോട് കൂടെ ഒരു നിത്യത എങ്ങനെ കഴിക്കാം, അവിടെ എനിക്ക് അവകാശങ്ങൾ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയെങ്കിൽ അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടത്തെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് കർത്താവ് പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത്. കർത്താവിൻ്റെ മുമ്പിൽ ഒരു വലിയ സന്തോഷമുണ്ടായിരുന്നു. അത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മിൽ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന ആ വലിയ ഭാവി. അതായിരുന്നു കർത്താവിൻ്റെ പ്രത്യാശയുടെ വിഷയം. തൻ്റെ സ്കെയില് വേറെയാണ്, നമ്മുടെ സ്കെയില് ചെറുതാണ്. നമ്മൾ ഈ കൊച്ചു മനുഷ്യരുടെ ഒരു കൊച്ചു ജീവിതത്തെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തെ മുഴുവൻ റീഡിഫൈൻ ചെയ്യുന്നതിൻ്റെ പ്രത്യാശയിലായിരുന്നു. എന്താണ് റീഡിഫൈൻ എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. ആദാമിൽ തുടങ്ങി വെച്ച പദ്ധതി മുഴുവൻ പാളിപ്പോയപ്പോൾ ഒടുക്കത്തെ ആദാമായിട്ട് രംഗപ്രവേശം ചെയ്ത കർത്താവ് അത് മുഴുവൻ റീബിൽഡ് ചെയ്യുകയായിരുന്നു. ഒരു കാലത്ത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും പാപക്ഷമ പ്രാപിച്ചവർ ഇല്ലായിരുന്നു. ലോകം മുഴുവൻ ഇരുട്ടിലായിരുന്നു. ഞാൻ ആ രംഗത്തെ നമ്മളൊന്ന് പിക്ചറൈസ് ചെയ്യണം. ആദാം പാപം ചെയ്തിട്ട് അവിടെ നിന്നും ജനിച്ച മനുഷ്യരൊക്കെ ഇരുളിൽ കിടക്കുകയായിരുന്നു. ഒരു മനുഷ്യനിലും ജീവൻ ഇല്ല. എന്നാൽ അങ്ങനെ കിടന്ന ആ ലോകത്തിലേക്ക്, ആ ഇരുളിൻ്റെ മധ്യേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രകാശമായി കടന്നു വന്നു. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ കോർത്തിണക്കി വായിക്കണം. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്ന, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ ലോകത്തിൻ്റെ പ്രകാശമായിരുന്നു, അവൻ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അങ്ങനെ വെളിച്ചമായി കടന്നു വന്ന കർത്താവ് തൻ്റെ ജീവിതം പൂർണ്ണമായി പിതാവിന് സമർപ്പിച്ച് മരണം വരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് വെളിച്ചമാക്കി പലരെയും അങ്ങ് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ അതിൻ്റെ ബ്യൂട്ടി ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇരുൾ നിറഞ്ഞിരുന്ന ഈ ഭൂമിയിൽ ഓരോ വ്യക്തികൾ ഇങ്ങനെ വെളിച്ചമായിട്ട് എഴുന്നേറ്റ് വന്നു. ആ ജ്യോതിസുകളാണ് നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ. പറഞ്ഞു മനസ്സിലായി? ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. കർത്താവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്. ഗലീലയിലും സെബൂലൂനിലും അങ്ങനെ ജാതികൾ ഇരുട്ടിലിരിക്കുന്ന ഒരു ജനം വലിയൊരു വെളിച്ചം കണ്ടു. അവനായിരുന്നു ആ വെളിച്ചം, സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന ദൈവപുത്രൻ. ആ വെളിച്ചമായവൻ ഈ ഭൂമിയിൽ കടന്നു വന്ന് മനുഷ്യരുടെ വീണ്ടെടുപ്പ് ഒരുക്കി അങ്ങനെ അനേകരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് തുടങ്ങി. ഇരുളായിരുന്ന ഈ ഭൂമി വെളിച്ചം കണ്ടത് അവൻ വന്നതിന് ശേഷമാണ്. അവൻ മരിച്ചുയർത്തെഴുന്നേറ്റപ്പോൾ അനേക വെളിച്ചങ്ങൾ ഈ ഭൂമിയിൽ ഉളവായി. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. ഇനി ഒരു കാലം വരാൻ പോവുകയാണ്. ഇപ്പോഴും ഇവിടെ ഇരുട്ടുണ്ട്, എന്നാൽ ഇനി ഒരു കാലം വരാൻ പോവുകയാണ് പ്രിയമുള്ളവരെ. അന്ന് ഇവിടെ ഇരുട്ടുണ്ടാകുകയില്ല. പിന്നെ എന്തായിരിക്കും ഉണ്ടാകുക? വെളിച്ചം മാത്രം. കർത്താവായ യേശു ക്രിസ്തു നമ്മെ പുനരുത്ഥാനത്തിലേക്ക് നയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മക്കൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, തൻ്റെ രാജ്യത്തിൽ നിന്ന് സകല അധർമ്മത്തെയും നീക്കുമ്പോൾ ഈ ലോകം മുഴുവനും വെളിച്ചം കൊണ്ട് നിറയും. അവിടെ നിന്ന് അങ്ങോട്ട് വെളിച്ചത്തിൻ്റെ മക്കളായിരിക്കും ജനിക്കുന്നതും വളരുന്നതും. ഞാൻ പറയുന്ന എൻ്റെ ആശയം, ഇത് വെളിച്ചത്തിൻ്റെ ഒരു രാജ്യമായിട്ട് പിന്നീട് പരിണമിക്കും. അതായിരുന്നു തൻ്റെ മുമ്പിലുണ്ടായിരുന്ന സ്വപ്നം അല്ലെങ്കിൽ പ്രത്യാശ. അതാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. നമുക്ക് 12 വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ വായിച്ച് മുന്നോട്ട് പോകാം. എബ്രായർ 2:13 നമുക്ക് ആദ്യമായിട്ട് വായിക്കാം. 3 വാക്യങ്ങൾ വായിക്കണം. ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനെ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേളയിൽ തനിക്ക് മുമ്പിലുണ്ടായിരുന്ന പ്രത്യാശ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇത് എന്താണ്? ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. ആരാണ് ഈ മക്കള്? നാം ഓരോരുത്തരുമാണ് ഈ മക്കള്. അതായിരുന്നു അവൻ്റെ പ്രത്യാശ.
ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ നമ്മുടെ കർത്താവ് ക്രൂശിനെ അലക്ഷ്യമാക്കി കഷ്ടം സഹിച്ച് മുന്നോട്ട് പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളായിരുന്നു അവൻ്റെ മക്കൾ. ആ പ്രത്യാശയായിരുന്നു കർത്താവിനെ അതിൽ കൂടെ കടന്നു പോകാൻ ശക്തീകരിച്ചത്. അടുത്ത വാക്യം എബ്രായർ 12:2. വിശ്വാസത്തിന്റെ കാര്യം പൂർത്തിയെടുക്കുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അഭിമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു. കർത്താവ് ഭാവിയിലേക്ക് നോക്കുമ്പോൾ അവൻ കണ്ട കാഴ്ച വെളിച്ചങ്ങൾ എഴുന്നേൽക്കുന്നതിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഈ വെളിച്ചത്തിൻ്റെ മക്കൾ അവരാണ് ദൈവം എനിക്ക് തന്ന മക്കൾ. ആ മക്കൾ വീണ്ടെടുക്കപ്പെടുമെന്നും പാപക്ഷമ പ്രാപിക്കുമെന്നും അവർ ദൈവം മുമ്പാകെ നിരപ്പ് പ്രാപിക്കുമെന്നും നിത്യജീവൻ ഓഹരിക്കാരായി തീരുമെന്നും മുൻകണ്ട കർത്താവ് തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷത്തെ ഓർത്തു. അതുകൊണ്ട് താൻ എന്തു ചെയ്തു? അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ വേദനയിലൂടെ കഷ്ടതയിലൂടെ കടന്നുപോയത്? നമ്മൾ ചിന്തിക്കുന്ന പോലെ എളുപ്പമുള്ളൊരു കാര്യമാണോ അത്? ഒരിക്കലുമല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതയെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അവനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തികഞ്ഞവൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരാൾക്കും അതിനപ്പുറത്ത് കഷ്ടം സഹിക്കാൻ കഴിയില്ല. ഒരാൾക്കും അതിനപ്പുറത്ത് കഷ്ടം സഹിക്കാൻ കഴിയില്ല. അതാണ് പെർഫെക്ഷൻ. ആ പെർഫെക്ഷനാണ് കർത്താവ് അനുഭവിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഒന്നുമല്ല കർത്താവിൻ്റെ മുമ്പിൽ. കാരണം ഏതൊക്കെ പോസിബിൾ വേസ് അതൊക്കെ കർത്താവ് അനുഭവിക്കുകയാണ്. കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവൻ. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവനെക്കുറിച്ച് നാം യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നത് അവൻ തെരുക്കളിൽ ഒച്ച വയ്ക്കുകയില്ല, അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല, ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയും ഇല്ല. എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ കഷ്ടതയിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ഈ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ ഒരേ ഒരു ചിന്ത വെളിച്ചങ്ങളായിട്ട് നമ്മളൊക്കെ എഴുന്നേൽക്കുമെന്നുള്ളത് മാത്രമായിരുന്നു. ആ യെരുശലേമിൻ്റെ തെരുവീതിയിൽ കൂടെ എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് വേച്ച് കടന്നു പോകുമ്പോൾ സ്വന്തം ക്രൂശ് എടുക്കുവാൻ തനിക്ക് ത്രാണിയില്ലാതെ കുറേനക്കാരനായ ശിമോനെ അത് ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എത്രമാത്രം തളർന്നിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ തകർന്ന കർത്താവ് ക്രൂശിലോളം കടന്നു പോയിട്ടും ഒരക്ഷരം ഊരിയാടുന്നില്ല. അവസാനം എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പിതാവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി താൻ കരയുമ്പോൾ പിതാവ് മുഖം തിരിച്ചു കളഞ്ഞതിൻ്റെ കാരണം അവൻ പാപം ആക്കപ്പെട്ടു എന്നുള്ളതാണ്. അവൻ പാപമാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം തൻ്റെ പുത്രനെയല്ല കാണുന്നത്, പിന്നെയോ ഒരു പാപമാണ് അവിടെ കാണുന്നത്. പാപം അതൊരു സിംഗുലർ യൂസേജ് ആണ്. എന്ന് പറഞ്ഞാൽ സർവമാനവർഗത്തിൻ്റെയും പാപം ഒരു മൂർത്തിഭാവമായി തീരുമെങ്കിൽ കാൽവരി കുരിശിൽ കിടക്കുന്ന അതായിരുന്നു. ഒരു കരുണയും പിതാവ് അവനോട് കാണിക്കുന്നില്ല. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ തകർത്ത് കളയുക എന്ന പദത്തിൻ്റെ അർത്ഥം അടിച്ച് പൾപ്പാക്കുക എന്നാണ്. തകർത്ത് കളയുക. വൈ? അത് പാപമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. നമ്മൾ ആ വാക്കുകളൊക്കെ കോറിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയ വേദന എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് ഗ്രഹിക്കാവുന്നതല്ല. അത്രമാത്രം ഭീകരമായ വേദനയിലൂടെ അവൻ കടന്നുപോയി. എങ്ങനെ കടന്നുപോയി? അതാണ് എബ്രായ ലേഖനം 12:2 നമ്മൾ വായിക്കുന്നത്. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു. ആ സന്തോഷം നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ അനേക വെളിച്ചങ്ങൾ എഴുന്നേറ്റിട്ട് ഒരു ഭാവി ലോകം, അതായിരുന്നു അവൻ്റെ മുമ്പിലുണ്ടായിരുന്ന ആ പ്രത്യാശ. അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി കർത്താവ് ക്രൂശിനെ
ആ അപമാനത്തെ അലക്ഷ്യം ആക്കി. നമ്മുടെ കർത്താവാണ് പ്രത്യാശയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ. അതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? അതിൽ നിന്ന് നാം പഠിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു പ്രത്യാശയാൽ അവൻ നേരിട്ട എല്ലാ വേദനകളെയും കഷ്ടതകളെയും സഹിച്ചുവെങ്കിൽ നാമും പ്രത്യാശയാൽ നമ്മൾ നേരിടുന്ന സകല വിഷയങ്ങളെയും ഓവർകം ചെയ്യണം. നമുക്ക് കഷ്ടങ്ങളൊക്കെ ഈ ലോകത്തിലുണ്ടാകും. പക്ഷെ ഒരു കാര്യം ആലോചിച്ചാൽ മതി. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള കഷ്ടം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. അവനോടത്തോളം ഒന്നും നമ്മൾ എത്തുകയില്ല, പേടിക്കണ്ട. അവൻ്റെ അടുത്തൊന്നും നമ്മൾ എത്തുകയില്ല. കഷ്ടം സഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരു ചെറിയ പെർസെൻറ്റേജാണ് സഹിക്കുന്നത്, നിസ്സാരം. പക്ഷേ അവനെ ഓർത്തുകൊള്ളുവിൻ, അവൻ അതിൽ കൂടെ കടന്നു പോയവനാണ്. അവനാണ് നമ്മുടെ ഹീറോ, അവനാണ് നമ്മുടെ തല ഉയർത്തുന്നവൻ. അവനെ നോക്കിയിട്ട് കഷ്ടതയിൽ കൂടെ കടന്നു പോവുക, പിറുപിറുക്കണ്ട. അതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായ വലിയ ആഹ്വാനം. എബ്രായർ 2:10 കൂടെ നമുക്ക് വായിക്കാം. നമ്മൾ ചിന്തിച്ച വേദഭാഗമാണ്. പക്ഷെ അവിടെ നമ്മൾ ഒരു വാക്ക് കൂടെ ശ്രദ്ധിക്കുക. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവൻ്റെ കണ്ണിലുണ്ടായിരുന്ന ഒരേ ഒരു കാഴ്ച, ഇരുളടഞ്ഞ ഈ അന്ധകാരാവൃതമായ ലോകത്തിൽ, മരണത്തിന് മാത്രം വിധിക്കപ്പെട്ടിരുന്ന മനുഷ്യരാൽ നിറയപ്പെട്ട ഈ ലോകത്തിൽ നിത്യജീവൻ പ്രാപിച്ച അനേക തേജസ്സിൻ്റെ മക്കൾ എഴുന്നേൽക്കുന്നതായിരുന്നു അവൻ്റെ സ്വപ്നം. അതായിരുന്നു അവൻ്റെ പ്രത്യാശ. അതിനുവേണ്ടിയാണ് അവൻ ഈ ഭൂമിയിലായിരുന്ന കാലം മുഴുവൻ പിതാവിന് പൂർണ്ണമായി സമർപ്പിച്ച് ജീവിച്ചത്. അതിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആഹ്വാനം, പ്രിയമുള്ളവരെ, നമ്മളിവിടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രത്യാശയാൽ നിറഞ്ഞ ഒരു ജീവിതം നമ്മൾക്കും നയിക്കാം. നമ്മുടെ ഹീറോ, നമ്മുടെ നായകൻ, അവൻ അങ്ങനെ ജയിച്ചവനാണ്. അതുകൊണ്ട് ആ ജയാളിയുടെ പിറകിൽ നമ്മൾക്കും പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകാനായിട്ട് ഇടവരട്ടെ. 2 പത്രോസ് 3:11 തൊട്ട് 12 വരെയുള്ള ഭാഗങ്ങളും കൂടെ നമുക്ക് വായിച്ച ഈ ഭാഗം നമുക്ക് കഴിഞ്ഞ് മുന്നോട്ട് പോകാം. ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവൻ ഭക്തിയും ഉള്ളവരായിരിക്കുകയാണ്. അതെ, നമ്മളുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ കാണുന്ന ലോകം, പാപം നിറഞ്ഞ ഈ ലോകം, പൈശാചികന്റെ ആ സ്വാധീനമുള്ള ഈ ലോകം, ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന ഈ ലോകം, പക്ഷെ ഇത് ടെമ്പററിയാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇതൊക്കെ പോകാനുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ കത്തിയഴിയാൻ പോകുന്നതാണ്. ഇവിടെ നമുക്ക് പലപ്പോഴും ശ്വാസം വിട്ടുന്ന അനുഭവങ്ങളുണ്ട്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ, അന്യായം കാണുമ്പോൾ. പക്ഷേ മറക്കണ്ട, ഇതൊക്കെ താൽക്കാലികമാണ്. ഇതിൻ്റെയൊക്കെ അവസാനം സമീപിച്ച് ഇരിക്കുന്നു. ആ ദിവസത്തിനായി കാത്തിരുന്നുകൊണ്ട്, ദൈവ ദിവസത്തിനായി കാത്തിരുന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ്? നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കും. നമ്മളുടെ പ്രത്യാശ നമ്മെ എവിടേക്ക് നയിക്കണം? വിശുദ്ധിയുള്ള ജീവിതത്തിലേക്കും ഭക്തിയിലേക്കും നയിക്കണം. നമ്മളിന്ന് ദൈവഭക്തി എന്ന വിഷയം പഠിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ അതിനൊരു പ്രചോദനമായിട്ട് നമുക്ക് തീരുമാറാകട്ടെ. അടുത്തതായിട്ട് നമുക്ക് ദൈവം മുമ്പാകെ ഉണ്ടായിരിക്കേണ്ട 4ാമത്തെ കാര്യം, വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ട് എനിക്കുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ട 4ാമത്തെ കാര്യം പ്രാർത്ഥന എന്ന വിഷയമാണ്. ആദ്യം വചനം ധ്യാനിക്കുക, അതിനനുസരിച്ചിട്ടുള്ള ഒരു വിശ്വാസത്തെ പണിയുക, വിശ്വാസം നമ്മെ പ്രത്യാശയിൽ ശക്തരാക്കി തീർക്കുക. അങ്ങനെ പ്രത്യാശയാൽ നമ്മൾ ഈ ലോകത്തെ ജയിക്കണം. അതാണ് 1ാമത്തെ ഭാഗം. 2ാമത്തെ ഭാഗം പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ധാരാളം മെസ്സേജസ് നമ്മൾ കേൾക്കുന്നതാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ. അതുകൊണ്ട് ആവർത്തിച്ച് എന്തെങ്കിലും പറയേണ്ട ആവശ്യമില്ല. ദൈവത്തോടുള്ള നമ്മളുടെ കമ്മ്യൂണിക്കേഷനാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ മുമ്പാകെ ഒരപ്പൻ്റെ അടുക്കൽ ഒരു മകൻ ചെന്ന് എങ്ങനെ തൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുവോ ആ ലാഘവത്തോടുകൂടെ, അതേപോലെ സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ പുത്രൻ്റെ നാമത്തിൽ കടന്നു ചെന്ന്, നമുക്ക് അവിടേക്ക് ഒരു എൻട്രി ഉള്ളത് പുത്രൻ്റെ നാമത്തിൽ മാത്രമാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. പുത്രൻ്റെ നാമവും പിടിച്ചിട്ടല്ലാതെ അങ്ങോട്ട് ചെല്ലരുത്. കാരണം പിതാവിന് അക്കാര്യത്തിൽ വളരെ നിഷ്കർഷ ഉണ്ട്.
അതെന്താ അങ്ങനെ? പിതാവ് പുത്രനെ ഇന്ന് മഹത്വപ്പെടുത്തിയിരിക്കുകയാണ്. സകല നാമത്തിനും മേലായ നാമം നൽകി. അവൻ്റെ നാമം പിടിച്ചുകൊണ്ട് വേണം നമ്മൾ പിതാവിൻ്റെ അടുക്ക ചെല്ലാൻ. അല്ല എങ്കിൽ ഒന്നും കിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുത്രൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പുത്രൻ്റെ നാമത്തിൽ അവസാനിപ്പിക്കാറ് അല്ലേ? പുത്രൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു, ദയതോന്നി സ്വീകരിക്കണമേ പിതാവേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചിലർ അങ്ങനെ പ്രാർത്ഥിക്കാതെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, പുത്രൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കണം. അതെന്താ? ദൈവം അവനെ ഏറ്റവും ഉയർത്തി വച്ചിരിക്കുകയാണ്. അവൻ്റെ നാമത്തിങ്കൽ എല്ലാവരുടെയും മുഴങ്കാൽ മടങ്ങണം. പുത്രൻ്റെ നാമത്തിങ്കൽ എല്ലാവരും മടങ്ങണം. അത് പിതാവ് വച്ചിരിക്കുന്ന കണ്ടീഷനാണ്. അതിനെ ഭേദിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും അവകാശം ഇല്ല. പുത്രൻ ന്യായം വിധിക്കേണ്ടതിന് ന്യായവിധി മുഴുവൻ പുത്രൻ്റെ കയ്യിലാണ് പിതാവ് കൊടുത്തിരിക്കുന്നത്. പിതാവ് ആരെയും ന്യായം വിധിക്കുന്ന പോലുമില്ല. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? അതിൻ്റെ അർത്ഥം പുത്രനാണ് സർവമഹത്വവും പിതാവ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ അടുക്കൽ നാം കടന്നു ചെല്ലുമ്പോൾ പുത്രൻ്റെ നാമത്തിൽ തന്നെ കടന്ന് ചെല്ലണം എന്നുള്ളത് മറക്കരുത്. അവൻ്റെ നാമത്തിലാണ് നമുക്ക് അവിടേക്ക് എൻട്രി ഉള്ളത്. പുത്രനെ കൂടാതെ നമുക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. കാരണം പുത്രനാണ് നമ്മളുടെ വീണ്ടെടുപ്പുകാരൻ. അവനാണ് നമ്മുടെ കർത്താവ്. അവനാണ് നമ്മളുടെ ഓഹരി. അവനിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. പക്ഷെ പിതാവിൻ്റെ അടുക്കിലേക്കാണ് നാം പോകുന്നത് പുത്രൻ്റെ നാമത്തിൽ. എന്നിട്ട് അവന് മഹത്വം അർപ്പിച്ചുകൊണ്ട്. നമുക്കറിയാം, ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ അല്പമായിട്ടൊന്ന് പറഞ്ഞു പോകാം. റെവലേഷൻസ് എടുത്ത് വായിച്ചാൽ, വെളിപ്പാട് ഗ്രന്ഥം അതിൻ്റെ 4, 5, 5, 6, 7 അധ്യായങ്ങളെടുത്ത് നോക്കിയാൽ അനേക ആരാധനകളെ നമ്മളവിടെ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ. ഒന്നാമത് പിതാവിൻ്റെ മുമ്പാകെ 24 മൂപ്പന്മാരും കെരൂബുകളും കോടി ദൂതന്മാരും അവനെ ആരാധിക്കുന്നു. 6-ാം അധ്യായത്തിലേക്ക് 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 4, 5, 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പുത്രനെ, കുഞ്ഞാടിനെ അവിടെ ആരാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും കുഞ്ഞാടിനെയും ആരാധിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. സ്വർഗത്തിൽ വലിയ ആരാധന നടക്കുകയാണ്. ദൈവത്തെ അവിടെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ പോലും അവന് മഹത്വം അർപ്പിച്ചിട്ടാണ് നാം കടന്ന് ചെല്ലേണ്ടത്. വെറും കൈയായി ചെല്ലരുത്. എന്താണ് വെറും കൈയായി ചെല്ലുക? ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദൈവം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവർക്ക് വർഷത്തിൽ 3 പ്രാവശ്യമേ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കൽപ്പനയുള്ളൂ. 3 പ്രാവശ്യം. പക്ഷെ 3 പ്രാവശ്യം അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വെറും കൈയായി ചെല്ലരുത്. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വെറും കൈയായി ചെല്ലരുത്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, എപ്പോഴൊക്കെ കടന്നു ചെല്ലുമ്പോഴാണെങ്കിലും വെറും കൈയായി ചെല്ലരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കണം. ധാരാളം കാരണങ്ങൾ അതിന് പിറകിൽ ഉണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചിട്ടാണ് ജീവിക്കുന്നത്. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് വേണം ദൈവസന്നിധിയിൽ ചെല്ലുവാൻ. എന്നിട്ടാണ് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കേണ്ടത്. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് വിനയത്തോടു കൂടെ നാം നമ്മളുടെ വിഷയങ്ങളെ ദൈവം മുൻപാകെ അർപ്പിക്കണം. ഫിലിപ്പിയർ 4:6 നമുക്കതിനുള്ള ബന്ധത്തിൽ വായിക്കാം. ഫിലിപ്പിയർ 4:6. അപ്പോൾ നമുക്കവിടെ നിന്നും വളരെ ക്ലിയർ ആയിട്ടൊരു ഗൈഡ് ലൈൻ കിട്ടുന്നുണ്ട്. സകല വിഷയങ്ങളെയും കുറിച്ച് പ്രാർത്ഥിക്കണം, അപേക്ഷ കഴിക്കണം. പക്ഷേ അതിനു മുമ്പ് സ്തോത്രത്തോടു കൂടെ, ആദ്യമേ എന്ത് ചെയ്യണം? സ്തോത്രത്തോടു കൂടെ. ഒരു രാജാവിൻ്റെ സന്നിധിയിൽ നാം കടന്നു ചെല്ലുമ്പോൾ ഒരു കാഴ്ചയുമായിട്ട് കടന്നു ചെല്ലും. എന്നിട്ടാണ് നമ്മൾ നമ്മളുടെ ആവശ്യം അറിയിക്കുക. സോ രാജാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴും അതേ മഹത്വം നമ്മൾ കാണിക്കണം. നമുക്ക് ചില സമയത്ത് തോന്നും, അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഇതിനു മാത്രം ഫോർമാലിറ്റി വേണോ എന്നുള്ളത്. അപ്പൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്, പിതാവ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ അപ്പനാണ്. ആ ഒരു ഓപ്പൺനെസ് നമുക്ക് തന്നോടുണ്ട്. അപ്പോൾ തന്നെ താൻ ലോകത്തിൻ്റെ രാജാവും മഹാദൈവവുമാണ്. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമം വായിക്കുമ്പോൾ ഒരു പ്രത്യേക സന്ദർഭം ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. അബ്ശാലോം പാപം ചെയ്ത്, ദാവീദിനോട് പാപം ചെയ്ത് ഓടിപ്പോയ സമയം.
അവനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ദാവീദ് ഒരു ഇൻട്രസ്റ്റും കാണിച്ചില്ല. അവസാനം യോവാബ് തെക്കോവക്കാരിയായ ഒരു സ്ത്രീയൊക്കെ വിളിച്ചു കൊണ്ടുവന്നൊരു കഥയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അവസാനം ദാവീദ് സമ്മതിച്ചു, ശരി നീ പോയി അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അബ്ശാലോം അവിടെ കടന്നു വരുമ്പോൾ ഒരു രംഗമുണ്ട്. നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചു വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അവൻ നെടുമ്പാട് ദാവീദ് രാജാവിൻ്റെ മുമ്പാകെ വീഴുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ വല്ലവരും അത്? അവൻ വീഴുന്നുണ്ട്. അതെന്താ? അപ്പം മോനല്ലേ? മോനാണ്. പക്ഷേ അവിടെ ഒരു വിഷയമുണ്ട്. മോനാണെങ്കിലും ഒരു കുറ്റം ചെയ്ത് ഒളിച്ചോടിപ്പോയ മോനാണ്. ഇരിക്കുന്നവൻ ന്യായാധിപതിയാണ്. മനസ്സിലായല്ലോ? അവൻ അപ്പനാണ്, അതേ സമയത്ത് തന്നെ അവൻ ന്യായാധിപതി കൂടിയാണ്. ബഹുമാനം കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ പിതാവാണ്, പക്ഷെ അവൻ അതേ സമയത്ത് തന്നെ നമ്മുടെ രാജാവാണ്. അവൻ ലോകത്തിൻ്റെ ന്യായാധിപതിയാണ്, സർവമഹത്വവുമുള്ളവനാണ്. ആ മഹത്വം നമ്മൾ അവന് നൽകേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞ എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, സ്വർഗത്തിലെ പോലെ. നിന്റെ ഇഷ്ടം ഭൂമിയിലും അതുപോലെ നടക്കണം. ആദ്യം ദൈവത്തിന് മഹത്വം അർപ്പിച്ചിട്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. ഞങ്ങളുടെ ആഹാരം, ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണം, ഇതൊക്കെ തത്വത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവസന്നിധിയിൽ സ്തോത്രത്തോടു കൂടെ കടന്നു ചെല്ലണം. നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവസന്നിധിയിൽ കഴിക്കണം എന്ന് നാം കാണുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏറെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ തൻ്റെ എല്ലാ ആവശ്യങ്ങളും പിതാവിൻ്റെ മുമ്പാകെ അർപ്പിച്ച് ഉത്തരം നേടിയ ഒരു വ്യക്തി ആയിരുന്നു. എബ്രായ ലേഖനം 5:7 നമുക്കതിനോടുള്ള ബന്ധത്തിൽ 3 വാക്യങ്ങൾ വായിക്കാനുണ്ട്. ആദ്യം എബ്രായ ലേഖനം 5:7 വായിക്കാം. എബ്രായർ 5:7. ക്രിസ്തു ദൈഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടുകൂടി അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അതെ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ കാണിച്ച മാതൃക എന്തായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വാസ്തവത്തിൽ ഈ 4:14 മുതൽ 5:10 വരെയുള്ള ഭാഗം താൻ വിവിധ പരീക്ഷകളിലൂടെ കടന്നുപോയതും അങ്ങനെ താൻ ഒരു മഹാപുരോഹിതനാകുവാനുള്ള യോഗ്യത പ്രാപിച്ചതുമായ കാര്യമാണ് ഇവിടെ നാം വായിക്കുന്നത്. 8-ാം വാക്യം, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങൾ. എന്താ ഈ പുത്രനെങ്കിലും എന്ന പ്രയോഗം? പുത്രൻ എന്നുള്ള രീതിയിൽ സകലത്തെയും കുറിച്ച് താൻ അറിവുള്ളവൻ ആണ്. പക്ഷേ ഒരു മഹാപുരോഹിതനാകണമെങ്കിൽ അനുഭവം വേണം. അതെന്താ? മനുഷ്യൻ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്കൊരു രോഗം പിടിച്ചിട്ട് ഞാൻ ഓടിച്ചെന്ന് കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ അത് അനുഭവിച്ച ഒരുത്തനായിരിക്കണം. ആര്? എൻ്റെ മഹാപുരോഹിതൻ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു. അതുകൊണ്ട് എന്ത് പറ്റി? തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മാത്രമല്ല, മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. അഹരോനെ ദൈവം മഹാപുരോഹിതനാക്കിയപ്പോൾ, മനുഷ്യർക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനാക്കിയപ്പോൾ, മഹാപുരോഹിതനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നത് ബലഹീനതയുള്ളവനാകിയാൽ മനുഷ്യൻ അവനോട് പറഞ്ഞാൽ അവന് മനസ്സിലാകും. ദൈവം സകലവും അറിയുന്നവനാണ്. ഹി നോസ് എവറിത്തിങ്. പക്ഷേ അനുഭവസ്ഥനായി തീരണം. എന്തായി തീരണമെങ്കിൽ? ഒരു മഹാപുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ. ആ വെളിച്ചത്തിൽ കർത്താവ് സകലവും അനുഭവിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ. പാപമൊഴികെ. പാപം കർത്താവ് ചെയ്തില്ല. മറ്റ് എന്തൊരു കാര്യം ഈ ഭൂമിയിലെടുത്താലും അതൊക്കെ കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ചു. എന്തിനു വേണ്ടിയാ? നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ നമ്മളോട് സഹതാപം കാണിക്കാനായിട്ട്. കാരണം അവൻ ഈ ഭൂമിയിൽ നിന്നുള്ളവനല്ല, സ്വർഗത്തിൽ നിന്ന്
ഉള്ളവനാണ്. അവൻ മനുഷ്യനായി തീർന്നപ്പോൾ മനുഷ്യനെ പോലെ ആയിത്തീരേണ്ടത് ആവശ്യമായിരുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. തൻ്റെ ശരീരത്തിൽ താൻ എല്ലാ കഷ്ടങ്ങളും സഹിച്ചു. അപ്പോൾ ഒരു ചോദ്യം നമുക്കുണ്ടാകും, അപ്പോൾ പാപം എന്ന വിഷയം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കരുണ ലഭിക്കും? കർത്താവ് പാപമാക്കപ്പെട്ടപ്പോൾ അതും താൻ അനുഭവിച്ചു. താൻ തൻ്റെ പ്രവൃത്തിയാലല്ല പാപത്തിൻ്റെ വേദനയും കഠോരതയും അനുഭവിച്ചത്, മറിച്ച് നമ്മുടെ പാപങ്ങൾ അവൻ്റെ മേൽ ആക്കപ്പെട്ടു. അവൻ പാപം ആക്കപ്പെട്ടപ്പോൾ ഗത്സമന തോട്ടത്തിൽ നമ്മളത് കാണുന്നുണ്ട്, അവൻ രക്തം വിയർക്കാൻ തുടങ്ങി. നിങ്ങളതിൻ്റെ ഭീകരത ഒന്ന് ചിന്തിച്ചാൽ മതി. പാപമറിയാത്തവൻ പാപമാക്കപ്പെട്ടപ്പോൾ അവൻ കടന്നുപോയ വേദന എത്ര ഭയങ്കരമായിരുന്നിരിക്കും. നമുക്കറിയാം, നമ്മൾ നല്ല മനസാക്ഷിയോടുകൂടെ ദൈവസന്നിധിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് ഒരു തെറ്റ് പറ്റിപ്പോയാൽ പിന്നെ നമ്മുടെ ഉള്ള് ഒരു കടൽ പോലെയാണ്, അല്ലേ? ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. അതൊന്ന് സെറ്റിലാക്കുന്ന വരെ പിന്നെ നമുക്കൊരു സ്വസ്ഥതയും കിട്ടില്ല. സത്യമാണോ? അങ്ങനെ ആർക്കെങ്കിലും ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ, നീ രക്ഷിക്കപ്പെട്ടവനാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവത്തോടുള്ള അവൻ്റെ മനസ്സാക്ഷിയിൽ പോറലേൽക്കുമ്പോൾ അവൻ്റെ മനസ്സ് പിന്നെ അസ്വസ്ഥമായിരിക്കും. ഒരു പാപം അത്ര ഭീകരമാണെങ്കിൽ സർവ്വലോകത്തിൻ്റെയും പാപമറിയാത്തവൻ്റെ മേലാക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന, അവൻ്റെ രക്തധമനികൾ പൊട്ടുവാനായിട്ട് തുടങ്ങി, അവൻ രക്തം വിയർക്കുവാൻ തുടങ്ങി, അവൻ പാപത്തിൻ്റെ ഭീകരത അനുഭവിച്ചു. പാപം ചെയ്തിട്ടല്ല, അവൻ പാപമാക്കപ്പെട്ടതുകൊണ്ട്. അങ്ങനെ സകലത്തിലും നമുക്ക് തുല്യമായി അവൻ പരീക്ഷിക്കപ്പെട്ടു. ഞാൻ പാപം ചെയ്ത് എനിക്ക് വേദനയോടും വ്യസനത്തോടും കൂടെ ഞാൻ കർത്താവിൻ്റെ അടുക്കൽ ഓടിച്ചെല്ലുമ്പോൾ ആ വേദനയും കർത്താവിനറിയാം. അതുകൊണ്ടാണ് അവൻ പാപികളോട് കരുണയുള്ളവൻ ആയിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും തോന്നും, കർത്താവ് ഇത്ര ദീർഘക്ഷമ കാണിക്കുന്നത്. കർത്താവിന് അതൊക്കെ അറിയാം. കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നതിൻ്റെ കാരണം പാപത്തിൻ്റെ ഭയങ്കരത്വം അവൻ അനുഭവിച്ചതാണ്. നമുക്ക് വേണ്ടി എല്ലാം അനുഭവിച്ച നമ്മുടെ കർത്താവ്, അവനാണ് നമ്മുടെ മഹാപുരോഹിതൻ. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ കാര്യം, ഒന്നാമത് നമ്മൾ കാണുന്നത് അവൻ്റെ അനുഭവമാണ്, രണ്ടാമത് അവൻ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതാണ്. രണ്ടാമത് എങ്ങനെ അവൻ അതിനെ അതിജീവിച്ചു? ഉത്തരം, താൻ കരച്ചിലോടും കണ്ണുനീരോടും നിലവിളിയോടും. ആ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ പോയിരുന്നാൽ നമ്മൾ അവിടെ കേൾക്കാൻ പോകുന്നത് ഉറച്ച നിലവിളിയും കണ്ണുനീരുമായിരിക്കും. ഉറച്ച നിലവിളിയും കണ്ണുനീരും. വല്ലാതെ കരയുന്ന ഒരു കർത്താവായിരുന്നു യേശു കർത്താവ്. അങ്ങനെ കരയുന്നവനായിരുന്നു പിതാവിൻ്റെ മുമ്പാകെ. നമ്മൾ വിചാരിക്കരുത് കർത്താവ് ഒരു ഈസി ഗോയിങ്, നെവർ. ഞാൻ വിചാരിക്കുന്നത് ഈ ഭൂമിയിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജീവിതം നയിച്ച മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിൻ്റെ ഏറ്റവും പെർഫെക്ഷനിലാണ് കർത്താവ് സകലവും അനുഭവിച്ചത്. അവനെ അങ്ങനെ ആക്കി തീർക്കുകയായിരുന്നു പിതാവ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, തൻ്റെ പുത്രൻ സകലത്തിലും മേലായിട്ട് നിൽക്കേണ്ടത് ആവശ്യമാണ്. അവൻ കണ്ണുനീരോടുകൂടെ അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെയായിരുന്നു കർത്താവ്. അപ്പോൾ കർത്താവിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. വളരെ കരയുന്നവനായിരുന്നു. ദൈവം മുൻപാകെ പോയിരുന്ന് അലറി വിളിച്ച് കരയുമായിരുന്നു ആവശ്യങ്ങൾ നടക്കേണ്ടതിന് വേണ്ടി. നമുക്ക് 2-3 വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാം. മത്തായി 14:23 കർത്താവിൻ്റെ ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെയും. ഇപ്പൊ കർത്താവ് അവിടെ ചെയ്തൊരു കാര്യം, പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് കർത്താവ് തനിച്ച് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ തനിച്ച് കടലിൻ്റെ അരികെ ഇരുന്നു. നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത്. ഇതിന് ശേഷമാണ് കർത്താവ് കടൽമുക്കിൽ നടന്ന് അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. ഞാൻ വിചാരിക്കുന്ന ശിഷ്യന്മാർ ആ സമയത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ അവസാനം താൻ
മൂന്നാമത്തെ മണിക്കൂറിൽ വാച്ചിൽ, അതായത് രാത്രി 3 മണിക്കും 12 ഇടയിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, നാലാമത്തെ നാഴിക എന്ന് വെച്ചാൽ 3 തൊട്ട് 6 വരെയുള്ള സമയത്ത് അതിരാവിലെ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. അതിനു വേണ്ടിയായിരുന്നു നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ആ കാര്യത്തിന് വേണ്ടി. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനായിരുന്നു. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ലൂക്കോസ് 6:12. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കണമെന്ന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ഈ ഭാഗവും നമുക്കറിയാം എന്തായിരുന്നു അതിൻ്റെ കാര്യമെന്നുള്ളത്. ഇതിന് ശേഷമാണ് പന്തിരുവരെ താൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഒറ്റുകൊടുക്കുവാനുള്ളവനെ വരെ തിരഞ്ഞെടുക്കണം. വളരെ ശ്രദ്ധയോടുകൂടെ ഒരു രാത്രി മുഴുവനും കർത്താവ് പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് 12 പേരെ തൻ്റെ അപ്പസ്തലന്മാരായിട്ട് തിരഞ്ഞ് എടുക്കുന്നത്. ആവശ്യങ്ങൾക്ക് വേണ്ടി രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്ന, തനിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് കണ്ണുനീരോടും കൂടെ ഉറച്ച നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവഭക്തിയോടെ നമ്മൾ ജീവിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ശക്തിപ്പെടുത്തേണ്ട ഒരു മേഖല പ്രാർത്ഥന എന്ന മേഖലയാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വിജയകരമായി ഭക്തനായി ജീവിച്ചതിൻ്റെ രഹസ്യം പ്രാർത്ഥന എന്ന വിഷയമായിരുന്നു. അവൻ ഈ കഷ്ടതയിൽ കൂടെയൊക്കെ കടന്നു പോയെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചത് പ്രാർത്ഥനയിലൂടെ ആയിരുന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ലോകത്തിൽ എന്ത് കഷ്ടം നമുക്കുണ്ടെങ്കിലും, എന്ത് വെല്ലുവിളി നമുക്കുണ്ടെങ്കിലും, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വിജയം നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃക എന്താണ്? പ്രാർത്ഥന. പ്രാർത്ഥനയാലല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. എന്നാൽ പ്രാർത്ഥനയാൽ എല്ലാ കാര്യവും നടക്കും. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാനായിട്ടുണ്ട്. സമയമായ ഒരു വാക്യം മാത്രം വായിക്കാം. മത്തായി 5:44. ഞാനും നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കും, നിങ്ങളുടെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഉപദ്രവിക്കുന്നവരെ ഓർത്തും നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. കർത്താവ് ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത കാര്യം ആരെയും പഠിപ്പിച്ചിട്ടില്ല. കർത്താവിനെ കുറിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയത്. അങ്ങനെയാണ് 2 വട്ടം അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവൻ ചെയ്തും ഉപദേശിച്ചു. അവൻ ചെയ്തതാണ് ഉപദേശിക്കാറ്. ഉപദേശിക്കുന്നതിന് മുമ്പ് അവൻ ചെയ്തിരിക്കും, എന്നിട്ടാണ് ഉപദേശിക്കാറ്. നമ്മുടെ കർത്താവ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ ഉണ്ടായിരുന്ന തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി നിശ്ചയമായും പ്രാർത്ഥിച്ചിരുന്നു. നമ്മൾ ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. കാരണം ദൈവജനം വളരെ കഷ്ടതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിൽ ഒരു കാരണവുമില്ലാതെ വെറുതെ പ്രാർത്ഥിക്കാൻ കൂടിയവരെ, പ്രാർത്ഥിക്കാൻ പോയവരെ, ക്രിസ്ത്യാനിയാണെന്നുള്ള അറിവ് കിട്ടിയതിൻ്റെ വെളിച്ചത്തിലൊക്കെ കേസുകൾ ചമച്ച് ജയിലുകളിൽ അടക്കുകയാണ്. ഒരു കാരണവുമില്ല. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നതിനെതിരെയാണ് നമ്മുടെ പ്രാർത്ഥന. ഈ മനുഷ്യർക്ക് ദൈവം മാനസാന്തരം കൊടുക്കണം. അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരെ കർത്താവ് മാറ്റിക്കളയണം. അതിനുവേണ്ടി ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമ്മൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഭക്തന്മാർ എക്കാലത്തും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥന നമുക്ക് ബലമാക്കാം. ദൈവത്തിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.